എൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യം തന്നെ പ്ലമ്മിന്റെ സെറം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സെറം ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്ത് കഴിയാറായി ഈ ഒരു ബോട്ടിൽ. ഇത് കുറേ ബോട്ടിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഏകദേശം 1 ഇയർ ആയി ഈ ഒരു സെറം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ആദ്യം തന്നെ സെറം ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യരുത്. നമ്മൾ അത് കയ്യിലെടുക്കുക, 2 3 തുള്ളി കയ്യിലെടുത്തതിന് ശേഷം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നെക്കിലും അതേപോലെ ഫേസിന്റെ എല്ലാ പോർഷനിലും എത്തുന്ന രീതിക്ക് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ആണ് എടുക്കുന്നത്. ഇതും 1 ഇയർ ആയിട്ട് ഈ സെറത്തിനൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. ഇതും പ്ലമ്മിന്റെ റൈസ് വാട്ടർ സൺസ്ക്രീൻ ആണ്. സോ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നും എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല, കാരണം അത്രയും നല്ലൊരു ഗ്ലോ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. ഫേസ് നല്ല ഗ്ലോ ആയിട്ടും നല്ല ഫിനിഷിംഗ് ആയിട്ട് വേറെ ഒരു മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് മാത്രം മതി. അതിനുശേഷം ഞാൻ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ കളറുള്ള ഐബ്രോ പെൻസിലാണ് അതിനെ എടുത്തേക്കുന്നത്. ഇങ്ങനെ കോംബ് ഉള്ളതും കൂടെ സെലക്ട് ചെയ്ത് എടുക്കണം കേട്ടോ നിങ്ങൾ. എങ്കിലാണ് കോംബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐബ്രോ ഫിൽ ചെയ്യുന്നതിന് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ബ്ലാക്ക് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഞാൻ എപ്പോഴും ബ്രൗൺ ആണ് ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് നല്ലൊരു കാജലും കൂടെ എഴുതി കൊടുക്കാം. ഞാനിവിടെ ത്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഐബ്രോ കുറച്ചൊരു അപാകത ഫീൽ ചെയ്യുന്നത്. ത്രെഡ് ചെയ്തിട്ടാണ് ഐബ്രോ ഇങ്ങനെ ഫിൽ ചെയ്യുന്നതെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ലുക്ക് ആയിരിക്കും. പിന്നെ കാജൽ എഴുതുമ്പോൾ കാണാം, നിങ്ങൾക്ക് ഒരു സൈഡിൽ എഴുതിയപ്പോൾ തന്നെ മറ്റേ സൈഡിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. കാജൽ ഇതേപോലെ താഴെയും അതേപോലെ മേലെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത്രയും മതി, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. പിന്നെ നമ്മുടെ ഡാസ്ലറിന്റെ ഐലൈനർ കൊണ്ട് ഒരു പൊട്ടും കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ നമ്മുടെ ബ്രൗൺ കളറിലുള്ള ബിന്ദിയാണ് യൂസ് ചെയ്യാറ്. സ്റ്റിക്കർ പൊട്ടുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യാറ്. ത്രെഡ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഐലൈനർ വെച്ചേക്കുന്നത്. സ്റ്റിക്കർ പൊട്ട് ഇരിക്കില്ല ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ. ഫൈനലി ഷുഗർ പോപ്പിന്റെ ഈ ഒരു ടിറ്റഡ് ലിപ് ബാമും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മേക്കപ്പ് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ടാറ്റാ.